പഠിക്കാൻ പറഞ്ഞു പോയാ എപ്പോഴും കളിച്ചോണ്ട് കേട്ടോ. മേ ഐ കം ഇൻ ടീച്ചർ? ശരിക്കുള്ള പേര് പാർത്ഥിവ്, ട്യൂഷൻ എടുത്ത പേര് സുപ്രൻ. സൂപ്പർ. How many kilometers from Washington DC to Miami Beach? ഇപ്പൊ എന്താ പഠിക്കണേ? ഞാൻ 9 വർഷത്തെ. അത് പഠിച്ചാൽ മതി കേട്ടോ, അവിടെ പഠിപ്പിക്കാൻ ഞാനുണ്ട്. ടീച്ചർ പഠിപ്പിച്ച പിന്നെ മറക്കൂല, അമ്മ അതിന് പഠിപ്പിക്കില്ല. അന്ന് ടീച്ചർ പഠിപ്പിച്ചൊരു കാര്യം പറ. ടുക്കൂറിനെ ചോദിച്ചിട്ട് ഫുൾ ആളുകള് മെസ്സേജ് ആണ്. ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല. പെൺകുട്ടികളെ മെസ്സേജിനൊക്കെ അവനെ വീട്ടിൽ ചെന്ന് ഫോൺ എടുത്തിട്ട് എന്റെ അക്കൗണ്ട് എടുത്തപ്പണ്ട് ഫോണിക്ക് മെസ്സേജ് സെലിബ്രേഷൻ ഒന്ന് പോയപ്പോ എന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ഓനെനിക്ക് ക്രഷ് അടിച്ചു, ഓനെ കാണാൻ നല്ല ക്യൂട്ടാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓന്റെ ഒതുക്കിയൊക്കെ എന്തോ ഒരു ഇതുണ്ട് പറഞ്ഞു. ആ കുട്ടീനോട് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടോ? ഇതുവഴി കൊടുത്തോ? അതിൽ കൂടി കൊടുക്കും. നമുക്ക് ഒരു കോഴീനെ വിളിച്ചാലോ? 2 കോഴിയുണ്ട്. അന്ന് 2 കോഴിയുണ്ട്. സുധീനെ വിളിക്കാല്ലേ? വിളിച്ചപ്പോഴേക്കും പറന്നു വന്നേക്കുവാ. നീ ഉള്ളോടത്തൊക്കെ ഞാൻ വരുമല്ലോ. ചേട്ടൻ ഒരു കോഴി ചേട്ടാ. വീട്ടിൽ വരുമ്പോ ഞാനേ കാണുക. വേറെ ആളുടെ വീടല്ലേ, നമുക്ക് പുറത്തുനിന്നുള്ളല്ലേ ആക്സസ് ഉള്ളൂ. അപ്പൊ ഇയാള് കേറുന്നില്ല. ഇവൻ പണ്ട് മുതലേ ഇതിന്റെ ഉള്ളിലാ. അത് നമ്മള് കോഴിയുടെ സ്വഭാവം. ഇൻസ്റ്റയിൽ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്. ട്യൂഷൻ വീട് കാരണം കുറെ നല്ല അവരുടെ നെഞ്ചിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ട്യൂഷൻ വീട് കാരണം കുറെ നല്ല പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. കുറെ നല്ല പയ്യന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. കുറെ പേരൊക്കെ കാണുമ്പോൾ പോയി സ്കൂൾ കൂട്ടി ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മൾ സ്റ്റുഡിയോ എന്നൊക്കെ മാറി പ്രകൃതിദത്തമായിട്ടൊരു ഇന്റർവ്യൂ എന്താണെന്നല്ലേ, കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ട്യൂഷൻ എടുക്കുന്ന ഒരു വീട് അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്തിയിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ട്യൂഷൻ വീട് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. പഠിക്കാൻ പറഞ്ഞു പോയാ എപ്പോഴും കളിച്ചോണ്ട് കേട്ടോ. ഇന്ന് ഏതാ സബ്ജക്ട് പറഞ്ഞേ? പഠിച്ചു വന്നിട്ട് പഠിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എല്ലാരും വന്നില്ലേ? APJ അബ്ദുൽ കലാം സാറ് നിങ്ങളെ സ്കൂളിൽ വരാമെന്ന് വിചാരിച്ചോ? അപ്പൊ സാറിനോട് ചോദിക്കേണ്ട ഇംഗ്ലീഷിൽ 5 ചോദ്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു. ഹലോ, how are you? Where are you? Who are you? How many kilometers from Washington DC to Miami Beach? ഇപ്പൊ എന്താ പഠിക്കണേ? ഞാൻ 9 വർഷത്തെ. അത് പഠിച്ചാൽ മതി കേട്ടോ, അവിടെ പഠിപ്പിക്കാൻ ഞാനുണ്ട്. ഇംഗ്ലീഷിൽ പഠിച്ചത് ഇതാണോ? നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചത്? മേ ഐ കം ഇൻ ടീച്ചർ? അല്ല, ഞാൻ നിങ്ങളുടെ ട്യൂഷൻ വീടിനെ കുറിച്ച് നാട്ടിൽ മൊത്തം ഭയങ്കര റിപ്പോർട്ടാ. അപ്പൊ ഞാനിവിടെ ചേരാൻ വന്നതാ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ട്യൂഷൻ വീട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പുതിയ സ്റ്റുഡന്റ് ആണോ? ആ, അത്ര അലങ്കാരം ഒന്നും വേണ്ട, കയറി ഇവിടെ ഇരുന്നോട്ടെ. താങ്ക്സ്. കുറച്ച് നീങ്ങി കൊടുത്തേ. കുറച്ചധികം നീങ്ങിക്കോളെ. ഞാൻ ഭയങ്കര റിപ്പോർട്ടൊക്കെ കേട്ടു. നിങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കണേ? ഹായ് ടീച്ചർ. അല്ല, ഹായ് ചേച്ചി. ഹായ്. എന്താ പേര്? മസ്താനി. എന്താ പേര്? സൂപ്പർ അല്ലേ? പാർത്ഥിവ്. ശരിക്കുള്ള പേര് പാർത്ഥിവ്, ട്യൂഷൻ എടുത്ത പേര് സുപ്രൻ. സുപ്രൻ ഭയങ്കര ഫാൻസ് ആണല്ലോ. എന്താ ചെയ്യാ, ആയിപ്പോയി. ഞാൻ ആക്ച്വലി ഇവിടെ പുതിയ അഡ്മിഷൻ എടുക്കാൻ വന്നതാ. ഇവിടെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നേ? ഇവിടെ പഠിത്തൊന്നുമില്ല, ചുമ്മാ കളിയാണ്. ചുമ്മാ പറയാട്ടെ, ഞാൻ പഠിപ്പിക്കുന്നില്ലേ? പിന്നെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് എല്ലാം പഠിപ്പിക്കും. ഓക്കെ. നിങ്ങൾ എത്ര നാളെ ട്യൂഷൻ വീട്ടിൽ ജോയിൻ ചെയ്തിട്ട്? ഓക്കെ. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ ഇവിടെ? സുപ്രൻ. ശുക്കൂറിനാ ഫാൻസ്? അങ്ങനെ എല്ലാവർക്കും എന്താ ഇങ്ങനെ പറയണേ? നിനക്ക് ഫാൻസ് കൂടുതലല്ലേ? ഫാൻസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ചുക്കൂറാ. എന്താ പറ? എന്താ അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് എനിക്കറിയാം. ഷുക്കൂറിനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ? എന്തോ എന്നെ വല്ലാത്ത എന്തോ ഭയങ്കര ഇഷ്ടാ. ലാലേട്ടനെ പോലെയാണ് പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഷുക്കൂർ. ടീച്ചർക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ഏതാ? ഫേവറേറ്റ് സ്റ്റുഡന്റ് ഏതാ ടീച്ചറിന്റെ?
ചേച്ചി കൊഴിഞ്ഞു കൊഴിഞ്ഞു. അല്ല എന്താ ചോദിക്കട്ടെ, പറ. നിങ്ങളും ചോദിക്കുക, അറിയില്ലേ ടീച്ചറിന്റെ ഫേവറേറ്റ് ചേച്ചി പറയും. ഇവിടെ ചേച്ചി പെട്ട് പടിതരാൻ വന്നതാണ് പാടിത്തരാൻ വന്നതാണ്. ഒരാളുടെ ചേച്ചി. ആരും പറയണം, ആരും പറഞ്ഞ ആരും മിഠായി മേടിച്ചു തരും. എന്റെ അടുത്ത് 20 ഉറുപ്പിണ്ട്. സൂപ്പറിനെയാണ് ഇഷ്ടം. അതിന്റെ സൂപ്പറിന് ഇഷ്ടം. 20 രൂപ മുട്ടല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചറിനെ കുറിച്ച്? നല്ല പറഞ്ഞു, എന്നാ ഞാൻ നല്ല അതെ, പറയും. ഇപ്പൊ നല്ല ടീച്ചറാണ്, നല്ല സ്വഭാവം. പഠിപ്പിക്കാറുണ്ടാണോ? അതെ, നമുക്ക് എന്താണ് ഇഷ്ടം. അതെ, പിന്നെ പിന്നെ സ്വഭാവമാണ്. ആ കാണാൻ എന്ത് ഭംഗിയാണ്. അതാണ്. ഷോ ഇത് ഞങ്ങൾ ഇന്ന് വന്നെന്ന് പറഞ്ഞോണ്ട് ടീച്ചർ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ. പഠിപ്പിച്ചതല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞാണ്. ഇതെനിക്കിട്ട് പണി തന്നെയാണ്, മനസ്സിലായോ? ഇതിന്റെ ബാക്കി വരാൻ പോകുന്നതാണ്. അവള് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, പറ. ഇനി ബാക്കി ദേവി പറയും. ചേച്ചി കുഴപ്പമില്ല, കണ്ടാ? ഒന്നും ചേച്ചി കുഴപ്പമില്ല. കുഴപ്പമില്ലാത്ത ചേച്ചിയാണ്. തല്ലാറുണ്ടോ? തല്ലാറാണ്. അടിക്കാറുണ്ടോ? അടിക്കാറാ? ഇല്ല, ഷൂട്ടിന് മാത്രം അടിക്കുന്നു. ഷൂട്ടിന് മാത്രമേ അടിക്കുള്ളൂ, അല്ലാതെ അടിക്കാറ്. ആ ഷൂട്ടിനെ ചോദിച്ചോ, ഞാൻ ഇവിടെ ചേരാൻ വന്നതാണല്ലോ. അതെ, ഉണ്ട് ക്ലാസ്സിൽ അടിക്കും. നല്ല അടിക്കും, നല്ല അടി അടിക്കും. നല്ല അടിക്കും. വേറെന്താ കുറ്റങ്ങളൊക്കെ പറ, ഞാൻ നോക്കട്ടെ. ഇവിടെ നല്ല ടീച്ചർ ആണെങ്കിൽ മാത്രം ചേർന്നാ പോരാ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ ടീച്ചർ പഠിപ്പിച്ചാ പിന്നെ മറക്കൂല. അമ്മാതിരി പഠിപ്പില്ല. അന്ന് ടീച്ചർ പഠിപ്പിച്ചൊരു കാര്യം പറ. അതെ, ഹൂ ആർ യു. അവ ഹൂ ആർ യു കൊണ്ട് സെറ്റ് ആയവനാ. മറ്റേ APJ അബ്ദുൽ കലാമിന്റെ. അതെ അതെ, ഹൂ ആർ യു. APJ അബ്ദുൽ കലാമിനെ കാണാൻ ശരിക്കും അങ്ങനെ ചോദിക്കും. വരാൻ പോണില്ലല്ലോ അയാള്. അവനെന്തും പറയാലോ. എന്തും പറയാല്ലേ. ആ ധൈര്യത്തിൽ പറഞ്ഞേ. പക്ഷെ ബഹുമാനം വേണം. എങ്ങനെ ബഹുമാനിക്ക? ഹായ് സാർ. ഹൂ ആർ യു പറയട്ടെ പറ. ഹായ് സാർ. രാവിലെ പറഞ്ഞ ഗുഡ് മോർണിംഗ്. ഓക്കെ. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. പിന്നെന്താ ചോദിക്കെന്താ? സുഖല്ലേ? ഗുഡ് ആയിട്ടിരിക്കണു. എന്നിട്ട് ഞാൻ പോവും. അതാണ് ബഹുമാനം. അവൻ ബഹുമാനം ഗുഡ് മോർണിംഗ് കൊടുത്തു. നമസ്കാരം ചോദിച്ചു. വേറെ ആരാ പറഞ്ഞേ? എന്തോ വാഷിംഗ്ടൺ. നീയല്ലേ ചോദിച്ചേ? ഞാൻ ചോദിച്ചത് എന്താ ചോദിച്ചേ? ഒന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC ടു മിയാമി ബീച്ച്? അതിന്റെ ആൻസറും പറ. അങ്ങനെ വെച്ചാൽ ഞാൻ എന്താ അറിയാ? പിന്നെ APJ അബ്ദുൽ കലാം പറഞ്ഞില്ലേ, നീ ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ? പറ. അത് എന്താ പറയാ, ഞാൻ മദ്രസത്തെ പഠിക്കുന്നുണ്ട്, ആൻസർ മറന്നു പോയില്ലേ? അങ്ങനെ പറയണം. ഒരു ഡയലോഗ് പറയോ പ്ലീസ്? നമ്മളെ ഡയലോഗ് പറയോ? പിള്ളേര് വരണ്ടേ? നമ്മളെ ഡയലോഗ് എന്തായിരുന്നു? ചെക്കന്മാരൊക്കെ ചെക്കന്മാരിടണ്ടേ, ഒക്കെ വില്ലമാരും വില്ലത്തിലല്ലേ. കണ്ടാ? ഡയലോഗ് പറയും. ഓക്കെ ഗൈസ്, അപ്പൊ എനിക്ക് നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറിനെ എന്തായാലും ഇഷ്ടപ്പെട്ടു. എടുക്കുന്നു. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. ആക്ച്വലി ഞങ്ങളുടെ ആളായിരുന്നു, അറിയാവോ? എങ്ങനെ അറിയാം? എന്താ അറിയുന്നേ? എന്താ പറഞ്ഞേ? ചേച്ചി ഞാൻ ചേച്ചി പറഞ്ഞിട്ടാ, ഞാൻ അതിന്റെ മുന്നേ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? യൂട്യൂബിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവരെല്ലാം ഇങ്ങനെ. അവൻ എന്റെ സ്വന്തം ആളാ. ഓക്കെ, അപ്പൊ ട്യൂഷൻ വീട് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഭയങ്കര ഹിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാർട്ട് 2 വന്നു, അതിലെ ഫസ്റ്റ് എപ്പിസോഡും വന്നു. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്താ, ഹാപ്പിനെസ് എന്താണോ? അത് ആദ്യം നമുക്ക് അതിൽ നിന്ന് ഷെയർ ചെയ്യാം. തുടങ്ങൂ. ഫാൻസ് ഉണ്ട്. ഫാൻസ് ഉണ്ട് സ്കൂളിലൊക്കെ. ആണോ? അതെ, ഞാന് എറണാകുളത്ത് അവിടെ എനിക്ക് ജലദോഷം വന്നപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ. അപ്പണ്ടേ ഒരു പെൺകുട്ടി എന്നെ നോക്കി ചിരിക്കുക. ആണോ? എന്നിട്ട് അപ്പണ്ടേ അപ്പൊ എന്നോട് പറയാ, എന്നിട്ട് എന്താ പറഞ്ഞു? എന്നോട് പറയാണ് സുപ്രനല്ലേ. നീ എന്താ ഞാൻ പറഞ്ഞ് ആണെന്ന്. എന്നിട്ടോ? എന്നിട്ട് അമ്മ ഉണ്ടായിരുന്നു, അമ്മ ഫോട്ടോ എടുത്ത്. വേറെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ സംസാരിച്ചങ്ങോട്ടിരുന്നു. എന്തോ സംസാരിച്ചിരുന്നേ? എവിടെ വീട്? എവിടെ വീട്? പെങ്കൊച്ചു ചോദിച്ചു. ഓക്കെ, എവിടെ വീട്? എടപ്പാള്. താങ്കളുടെ എവിടെ വീട്? അങ്ങനെ മതി. പക്ഷെ സുപ്രുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് സിംഗറില് വളരെ വലിയ സെലിബ്രിറ്റിയാണ് ഇരിക്കണത്. ഞങ്ങൾ കൊറേ ചോദിച്ചവര് പാട്ട് പാടില്ലേ ഞങ്ങൾക്ക് വേണ്ടി? അത്ര വലുതൊന്നല്ല. അന്ന് കുറച്ച് ചെറിയ സെലിബ്രിറ്റിയാണ്.
ആ അപ്പൊ നമ്മുടെ ട്യൂഷൻ വീട് ഇങ്ങനെ ഭയങ്കര ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലും എവിടെ നോക്കിയാലും ടീച്ചറും പിള്ളേരാണ് കാണുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ ട്യൂഷൻ വീട്ടിലേക്ക് ജോയിൻ ചെയ്തത്? ഞങ്ങളെ ഡയറക്ടർ ഞങ്ങളെല്ലാരും തപ്പി കണ്ടുപിടിച്ചു. ആ ആദ്യത്തെ ആള് പറ. ഞാനേ ആ കുളിച്ചോണ്ടിരിക്കുന്നു. ആ എനിക്ക് മുന്നേ അറിയാം ഒരാള് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ്. ഓക്കെ. ആ കാണാൻ വരുന്നുണ്ടെന്ന്. പക്ഷേ ആ അത്ര കുളിച്ചോണ്ടിരിക്കുമ്പോ വരുന്ന് ഞാൻ അറിഞ്ഞില്ല. ഓ രാത്രി വന്നു. ആ കൂടെ ആദർശായിട്ടും ഉണ്ടായിരുന്നു, വീട്ടിന്റെ അടുത്തുള്ള ഒരാളാ. അപ്പൊ ഫാസിലാമ ഇങ്ങനെ വന്ന് ഇപ്പൊ ഇങ്ങനൊരു ഇതുണ്ട് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയാ സംസാരിച്ചങ്ങണ്ട് ഇങ്ങനെ ആ അങ്ങനെ സെറ്റായി സെറ്റ് ആയി. അവനെ സെലക്ട് ആയി. ആ. നിങ്ങളൊക്കെ എങ്ങനെയാ വന്നേ? ബബിതാനോട് ചോദിക്കുകയാണെങ്കിലും ബബിത ഇവിടെ ഇരുന്ന ആളാണ്. അതെ. കൊറേ പണ്ട് ചോദ്യങ്ങളൊക്കെയായിരുന്നു. ഇപ്പൊ അവിടെ എങ്ങനെയുണ്ട് അവിടെ ഇരിക്കുമ്പോഴുള്ളൊരു ഫീല്? അയ്യോ ഇതാ എളുപ്പം. ആണോ? അവിടെ ഇരിക്കണമെങ്കിൽ 2 ദിവസം മുമ്പ് പണി തുടങ്ങണം, ആ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി അങ്ങോട്ട് പറഞ്ഞാ മതി. മതിയല്ലോ. വേണം നിന്റെ പറഞ്ഞാ മതി. അതെ, അല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്തു പോവാം. ഇപ്പൊ ആങ്കറിംഗിൽ നിന്ന് ആക്ടിംഗിലേക്ക് വന്നു. ആ ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ട്? ഡിഫറൻസ് ലൈക് ഞാൻ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. 2009 മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്ത, ലോക്കൽ ചാനൽസിലൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ വന്നത്. ആങ്കറിങ്ങും എളുപ്പമാണ്, നമുക്ക് കംഫർട്ടബിൾ ആണ്. ആക്ടിങ് കംഫർട്ടബിൾ ആണ്, പക്ഷെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ട്യൂഷൻ വീട് വലിയൊരു സ്കൂളായിരുന്നു എനിക്ക്, അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. പിന്നെ ട്യൂഷൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള എന്നെ കണ്ടുപിടിച്ചത് ഡയറക്ടറാണ്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഞങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ ഫേസ് ഒക്കെയാണ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട് എൻ്റെ തന്നെ ഒരു ഫോട്ടോ മെൻഷൻ ചെയ്തിട്ട് അയച്ചു. അപ്പം ഞാൻ ചാടിക്കറി വീണു ഒബ്വിയസ്ലി. മെസ്സേജ് വന്ന് നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചു, ഡീറ്റെയിൽ പറഞ്ഞു. അപ്പോൾ ട്യൂഷൻ വീട് എന്നാണ് പേര്, ഇങ്ങനെ ഒരു ടീച്ചറായിട്ടാണെന്ന് പറഞ്ഞു. മുൻപ് എവിടെയെങ്കിലും ട്യൂഷന് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെറുപ്പത്തിൽ ഒരു 9th 10th സമയത്ത് ഇങ്ങനെ വീട്ടിൽ ട്യൂഷൻ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കൂടെ സംസാരിച്ചപ്പോൾ 2 പേർക്കും കണക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് റിലേറ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കണമല്ലോ, അപ്പം 2 പേർക്കും റിലേറ്റ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമായി. പിന്നെ ഡേറ്റ് പറഞ്ഞു, ഷൂട്ടിന് അങ്ങനെ വന്നു. ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇവിടെ എങ്ങനെയാ വന്നേ? ഇയാളാണ് വന്നപ്പോ മുതൽ ഭയങ്കര ചിൽ എന്ന് പറയുന്ന സംസാരമല്ലേ? ആ പറയൂ, എങ്ങനെയാ വന്നത് മാഡം? എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഓക്കെ. വേറെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു? ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നോ? റീൽസ് ചെയ്യും. റീൽസ് ചെയ്യും. അപ്പൊ ഓൾറെഡി ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എങ്ങനെയാ വന്നേ ട്യൂഷൻ വീട്ടിലേക്ക്? ഞാനൊരു ഡാൻസ് ചെയ്തിരുന്നു, യൂട്യൂബിലായിട്ട് ഡാൻസ് ചെയ്തു. അപ്പൊ ആ ഡാൻസ് എഡിറ്റ് ചെയ്തത് ഫാസിലിക്കായിരുന്നു. അങ്ങനെ അതിന് ഇഷ്ടപ്പെട്ട് എൻ്റെ അതിലത്തെ വീഡിയോ എടുത്ത ആളെ വിളിച്ചു. അങ്ങനെ എൻ്റെ അച്ഛനൊക്കെ വിളിച്ചു, വീട്ടിലേക്ക് ഒരു ദിവസം വന്ന് വൈകുന്നേരം എൻ്റെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ഫാസിലിക്ക വന്ന് സംസാരിച്ചു. അങ്ങനെ എടുത്തു. ഡാൻസ് കണ്ട് ആക്ടിങ്ങിലേക്ക് വന്നൊരു അങ്ങനെ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഡാൻസേഴ്സ് ആട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ ട്യൂഷൻ വീടിന്റെ ഡയറക്ടറാണ് ഫാസില്. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടിപ്പം എന്റെയൊക്കെ ചെറുതിലെയാണ് ഇങ്ങനത്തെ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നതും ഇങ്ങനത്തെ ഒരു ഇത്. ഇപ്പൊന്ന് വെച്ചാൽ ഭയങ്കര ട്യൂഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്ലുക്കേ മാറി. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്താ, നൊസ്റ്റാൾജിയ ബേസ് ചെയ്ത് വന്നതാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക്? ഇത് തുടങ്ങിയത് ഇതിന്റെ ഈ ട്യൂഷൻ വീട്ടിൽ തന്നെയാണ്. ഈ ട്യൂഷൻ വീട് എന്നുള്ള ഐഡിയ തുടങ്ങിയത് ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണിത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇതിന്റെ ഒരു ഐഡിയ തുടങ്ങിയതും. പിന്നെ ഞാനിതുപോലെ ഒരു 3-4 ട്യൂഷൻ ക്ലാസ്സിൽ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്യൂഷൻ വീട്. ശരിക്കും പണ്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ ഇതുപോലത്തെ ടീച്ചേഴ്സ് ആയിരുന്നോ? ഇതുപോലത്തെ ടീച്ചേഴ്സ് ഈ ചേച്ചിമാരാണ് കൂടുതൽ. അതായത് ഇപ്പൊ ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന അവർക്കൊരു പോക്കറ്റ് മണി ഇട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ട്യൂഷൻ ക്ലാസ് ആണല്ലോ. അങ്ങനെ അപ്പൊ ഈ ഒരു ഏജ് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. ഓക്കെ. ഇപ്പം ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണല്ലോ അഭിനയിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത്? ഈസി ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണോ? പിള്ളേരെ മാനേജ് ചെയ്യൽ ആദ്യത്തെ ഇവരെ മാനേജ് ചെയ്യൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ് മൊത്തത്തില്. ആദ്യം ഇവരെന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ആരും മുന്നേ അറിയുന്ന കുട്ടികളായിരുന്നില്ല, എല്ലാരും പുതിയ ആൾക്കാരാ. പിന്നെ ആരും അങ്ങനെ അഭിനയിച്ച് പരിചയമുള്ള ആൾക്കാരൊന്നല്ല, എല്ലാരും പുതിയ ആൾക്കാരാ. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവരത് കാര്യങ്ങൾ പറയലും മനസ്സിലാക്കി എടുക്കലും പിന്നെ അതിന്റെ ഒരു പരിപാടി പിന്നെ അഭിനയിപ്പിക്കലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു 4-5 ദിവസങ്ങൾ മാത്രം. പിന്നീട് എനിക്ക് ഭയങ്കര സുഖമായിരുന്നു, ഈസി ആയിരുന്നു പരിപാടി.
ഓക്കെ. നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഡയറക്ടർ സാർ പറയുന്നത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഫസ്റ്റ് ആക്ട് ചെയ്ത് ക്ലിയർ ആക്കുന്നത് ആരാ ഈ കൂട്ടത്തില്? പെട്ടെന്ന് ഷടപടയെന്ന് അഭിനയിച്ച് തീർക്കുന്നേ? അങ്ങനെ വെച്ചാൽ എല്ലാവരും ചില സീൻസ് ഒരു ടേക്കിൽ പോകുന്നവരുണ്ടാവും, ചിലത് കുറെ ടേക്ക് പോകുന്നവരുണ്ടാവും. എല്ലാം ഒരേപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും പെട്ടെന്ന് തന്നെ ചെയ്യും എല്ലാവരും. അങ്ങനെ കുറെ ടേക്ക് ഒന്നും പോവാറില്ല അധികം. ആദ്യത്തെ കാര്യങ്ങൾ നമുക്കൊരു സാധനം നമുക്ക് ഇങ്ങനെ ആ കറക്റ്റ് സാധനം കിട്ടുവാണെങ്കിൽ കുറെ നിന്നിരുന്നു. നമ്മള് ലൈവായിട്ട് ഒരു ലൈവ്നെസ് ഉണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. ഈ അഭിനയിക്കുമ്പോഴൊക്കെ ഭയങ്കര ലൈവായിട്ടാണ് നമ്മൾ അഭിനയിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ റീടേക്ക് പോലും പോയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇവർക്കും ആ ഒരു സാധനം കറക്റ്റ് കിട്ടി. എങ്ങനെയാണ് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ള സാധനം ഇവർക്ക് കിട്ടി. അപ്പൊ പിന്നെ ഇപ്പൊ ഇങ്ങനെ അധികം ടേക്ക് അങ്ങനെ ആരും അധികം പോകാറൊന്നുമില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് പോകും. ലൈക്ക് നമ്മൾ തന്നെ ഡയലോഗ്സ് എഴുതി വെച്ചത് മാത്രമായിരിക്കില്ല, ലൈവായിട്ട് എന്തെങ്കിലും സാധനം കയ്യിൽ നിന്നിട്ട് പറയുകയൊക്കെ ചെയ്യും എല്ലാവരും. ഓക്കെ. എന്തായാലും ഇക്കൂട്ടത്തില് കുറച്ചുകൂടി ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നവരാ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആരോ പറഞ്ഞേ? ഞാൻ തന്നെയാണ്. ആരോ പറഞ്ഞേ? ഞാൻ പറയാ ആണോ? പുള്ളിയാണോ? ആ ശുക്ർ നന്നായിട്ട് മിഠായി കഴിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ ഉണ്ടോ? ഒബ്ജക്ഷൻ ഉണ്ടോ? ഞാനും അഭിനയിക്കും, എല്ലാരും അഭിനയിക്കും, പക്ഷെ കുറച്ചും കൂടി ചുക്കൂർ അഭിനയിക്കും. ഉണ്ടല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടാറുണ്ടോ ഡയറക്ടറിന്റെ? എനിക്കായിരിക്കും. എന്തിനാ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടാറ്? അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവില്ലേ. ചില സമയത്ത് നല്ല ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണ്. കാരണം ഞങ്ങൾ എല്ലാവരും കളിക്കുകയായിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമ്മളിതിൻ്റെ അകത്തുനിന്ന് കുറേ കാര്യങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ടേക്ക് എടുക്കുക ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചീത്ത പറയുന്നതിനാലും മുൻപ് ഫസ്റ്റ് ചീത്ത എനിക്കാ കേൾക്കുക. ഞാനാണ് കുറച്ചും കൂടെ പ്രായമുള്ളതെന്നുള്ളത് കൊണ്ടായിരിക്കണം മേ ബി ഫസ്റ്റ് ചീത്ത എനിക്കാ കേൾക്കുക. എനിക്ക് ചീത്ത കേൾക്കുമ്പോൾ ഞാൻ ഇവരെ ചീത്ത പറയും. ഇപ്പം ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലൈവാണ്. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു ട്യൂഷൻ വീടും പിള്ളേരും ടീച്ചേഴ്സും അലമ്പും എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. കാരണം മില്യൺസ് വ്യൂസ് ഒക്കെയാണ് പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നോ ഇത്രയും വലിയൊരു അക്സെപ്റ്റൻസ് ഇതിന് കിട്ടും എന്നൊക്കെ? ഇത് മിനിമം അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ടാവുന്ന കുറപ്പായിരുന്നു. കാരണം ഇത് പല ആളുകൾക്കും കണക്ട് ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. നമ്മളെ എല്ലാവർക്കും കണക്ട് ആവും. മിക്ക ഇപ്പൊ ഒരു 90s അല്ലെങ്കിൽ അത്ര ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന് മുന്നത്തെ ഈ അമ്മമാർക്കൊക്കെ അവർക്കൊക്കെ കണക്ട് ആവുന്ന സംഭവം ട്യൂഷൻ വീട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കാവുന്നുള്ളത് എനിക്ക് ഭയങ്കര ഉറപ്പന്നെ. ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ വിളിച്ച സമയത്ത് തന്നെ ബബിത ഞാൻ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും അറിയില്ല ചെയ്തിട്ടുണ്ടോ നമ്മൾ അങ്ങോട്ട് പറയണം. ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പറയണം. പക്ഷെ എൻ്റെ അടുത്ത് ബബിത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരില്ല. ട്യൂഷൻ വീട്ടില് അല്ലെങ്കിൽ ഇന്ന ചെയ്ത ആളല്ലേ എന്ന് ചോദിക്കും, നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ കളിയാക്കായിരുന്നു, ചോദിച്ചു തന്നെ എന്നുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പറയായിരുന്നു. പക്ഷെ ഫാസിൽ പറഞ്ഞതുപോലെ തന്നെയായി. ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കണ്ട ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അല്ലേ? ഞങ്ങൾ എല്ലാവരും കണ്ടാ ചോദിക്കും, ഞങ്ങൾ തള്ളുന്നതല്ല. ഇപ്പൊ ട്യൂഷൻ വീട്ടില് ഭയങ്കര സ്റ്റാർ അല്ലേ? ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് ഫാൻസ് ഒക്കെ വരാറുണ്ടോ? ആര് വന്ന ഒരു ഇൻസിഡന്റ് പറയാവോ? ഒരു കുട്ടി എന്നിട്ട് ചോദിച്ചു ട്യൂഷൻ വീട്ടിൽ കുട്ടിയല്ലേ ആണോ? അപ്പൊ എന്താ പറഞ്ഞു? ആന്ന് പറഞ്ഞോ? പിന്നെ അവരെന്താ പറഞ്ഞു? ഫാനാന്നൊക്കെ പറഞ്ഞോ? ഇഷ്ടാന്ന് പറഞ്ഞോ? ഇഷ്ടാന്ന് പറഞ്ഞോ? നിങ്ങക്കൊക്കെ എന്താ പറ? ശുക്കൂർ പറ. ശുക്കൂറിനെ ചോദിച്ചിട്ട് ഫുൾ ആളുകള് മെസ്സേജ് ആണ്. ഫുൾ ഫാൻസ് ആയിരിക്കും. ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കണ്ട്. എന്താ അയച്ചേ? ആദ്യം എല്ലാരും ഹലോ ഹലോ എന്നൊക്കെ. അപ്പൊ എല്ലാത്തിനും ഞാൻ ലൈക്ക് ഇട്ട് കൊടുക്കും. ലൈക്കോ? മെസ്സേജിന് റിപ്ലൈ കൊടുക്കില്ല? പെൺകുട്ടികളുടെ മെസ്സേജിനൊക്കെ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടോ? ആദ്യം ഞങ്ങളാദ്യം ഒരു ലൈവ് ഇട്ടിരുന്നു പറഞ്ഞു. അപ്പൊ ശുക്കു ലവ് യു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നേരെ പറഞ്ഞു അക്കൗണ്ടിൽ മെസ്സേജ് മതിയത്. അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന് ഫോൺ എടുത്തിട്ട് എന്റെ അക്കൗണ്ട് എടുത്തപ്പോണ്ട് ഫോണിക്ക് മെസ്സേജ് ശുക്കു ലവ് ഞാനൊക്കെ. പിന്നെ വാവട്ടർ സ്കൂളില് അല്ല ഓളെ സ്കൂളില് ഏത് കുട്ടിക്ക് എന്നോട് ക്രഷായി എന്നൊക്കെ പറഞ്ഞു. എന്താ ഓൾക്ക് കൊടുക്കാം. ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്ന് പോയപ്പോ എന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ഓനെനിക്ക് ക്രഷ് അടിച്ചു, ഓനെ കാണാൻ നല്ല ക്യൂട്ടാന്നൊക്കെ പറഞ്ഞു. ഓന്റെ ഒത്തിക്ക് വെക്കുമ്പോ എന്തോ ഒരു ഇതുണ്ട് പറഞ്ഞു. ഓന്റെ ഒത്തിക്ക് വെക്കുമ്പോ എന്തോ ഒരു ഇതുണ്ട്. ഇവനെന്തോ പറഞ്ഞു അതിന് റിപ്ലൈ?
ഞാൻ ഇന്നാണത് പറയണേ. ഓ ഇന്നാണോ പറയുന്നേ? ആ കുട്ടീനോട് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാനുണ്ടോ? ഇതുവഴി കൊടുത്തോ? അതിൽ കൂടി കൊടുക്കും. നമസ്കാരം. പറ ബാക്കി പറ. ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ ഞാനിപ്പോ വേറൊരു കുട്ടീനെ വളക്കാൻ നിൽക്കാണ്. ഇവന്റെ അമ്മ ഉണ്ടോടാ? ഇല്ല ഇവന്റെ അമ്മ വന്നിട്ടില്ല. അമ്മ ഇവിടെ ഇല്ല അല്ലേ? ആരെ വിളിക്കണ്ടേ? ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ? അല്ല അതൊക്കെ ഇങ്ങനെയാ പറയാ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ? അല്ല ട്യൂഷൻ ക്ലാസ്സിലാണോ? ഇവിടെ ആണോ? അല്ലല്ല ഞാൻ ട്യൂഷൻ പഠിക്കണം. ഓ അവിടുത്തെ ഏതോ കൊച്ചിനെ വളയ്ക്കാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ വളഞ്ഞിട്ടില്ല. എന്താ നീ ചെയ്യുന്നേ വളക്കാൻ? എന്ത് എന്താ പ്ലാൻ ചെയ്യുന്നേ? അങ്ങനെ ചോദിച്ചാ എന്താ ആകെ പേടിയോ. ആ കുട്ടീനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നേ? ഞാൻ നോക്കണ്ടോ കാര്യം തന്നെ അറിയില്ല. അത് ശരി. മനസ്സിലോട്ട് പെയിൻ ഉണ്ടാവും. ഡയറക്ടറോട് ചോദിക്കാം അടുത്ത. ഞാൻ വരുന്നുണ്ട്. ഇത് ഞാൻ നോക്കണ കാര്യം അറിയണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് അതെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഞാൻ നോക്കുന്ന ആരും അറിയുന്നുണ്ടെങ്കിൽ ദയവായി പരിഗണിക്കണം. അത് പരിഗണിക്കണം. ഇവിടുത്തെ എനിക്ക് ആണോ ഇവിടെ സൈറ്റ് അടിച്ച് കാണിക്കും. ആര്? ഇല്ല നീ ആരാ സൈറ്റ് അടിച്ച? സുപ്ര ഒന്ന് സൈറ്റ് അടിച്ചത് ഷൂട്ടാന്ന് വിചാരിക്കും. ഷൂട്ടിന് നീ എങ്ങനെ സൈറ്റ് അടിച്ചേ? നീ മുജോ സൈറ്റ് അടിക്കും. ആ മുജുന സൈറ്റ് നിനക്ക് ആരും സൈറ്റ് അടിക്കാൻ തോന്നുന്നു? അങ്ങനെ അങ്ങനെ പറയല്ലേ പ്ലീസ്, ഞങ്ങക്ക് വേണ്ടി ഒന്ന് സൈറ്റ് അടിക്കേ. സുപ്രനപ്പൊ എന്താ റിപ്ലൈ കൊടുക്ക? കരയാണേ. ആ കരഞ്ഞോ? എങ്ങനെ നീ കരഞ്ഞേ? ഡയറക്ടർ ആക്ഷൻ പറയും. നീ കണ്ണടിച്ചോ. ആക്ഷൻ. സുപ്ര ഓക്കെ. നമ്മളിപ്പോ നിങ്ങളുടെയൊക്കെ ക്രഷും കാര്യങ്ങളൊക്കെ നമ്മള് ചോദിച്ചു. അപ്പൊ പിന്നെ ഈ ട്യൂഷൻ ടീച്ചറിനെ കൊറേ പൂവാലന്മാരൊക്കെ ഇവിടെ വന്നിട്ട് സൈറ്റ് അടിക്കാറില്ലേ? ചേച്ചിക്ക് ആ പറ അവരെ കുറിച്ച് പറ. ആരാ വരുന്ന സൈറ്റ് അടിക്കാൻ? എന്നെയാ സൈറ്റ് അടിക്കാൻ രണ്ടുപേരെ ഇവിടെ വന്നോണ്ടിരിക്കണേ. ഒന്ന് സുധിയും ഒന്ന് ഇപ്പുറത്തെ കറ അനുവാദമുള്ള ഒരു സുധിയും, പിന്നെ മതിലപ്പുറത്ത് വരെ ഉള്ള ഷംസും. രണ്ടുപേരാണ് നിലവിൽ രണ്ടുപേരാണ് സൈറ്റ് ട്യൂഷൻ അടിക്കാൻ. വീട്ടിൽ എന്നെ സൈറ്റ് അടിക്കുന്നത്. എന്താ ഷംസുവിനെ പുറത്ത് നിർത്തിയ? അവന് അവർക്ക് പുറത്തുള്ള കോഴിത്തരാണ്, മതിലപ്പുറത്തുള്ള. ഓക്കെ പാവം. നമുക്ക് ഒരു കോഴീനെ വിളിച്ചാലോ? രണ്ട് കോഴി ഉണ്ട്. അന്ന് രണ്ട് കോഴിയുണ്ട്. വിളിക്കാം അല്ലേ? രണ്ടുപേരെ വിളിച്ചോ? അതില് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളത് സുതിക്കോഴീനെയാണ്. അപ്പൊ നമുക്ക് ആദ്യം സുതിക്കോഴീനെ വിളിക്കാം. കോഴി ഷൈനാസ് കോഴി ഒന്നും വിളിച്ചാൽ വരത്തില്ല. ഓക്കെ സുധിയേട്ടാ. ഞങ്ങള് റിയൽ സ്നേഹമാണ്. ട്രൂ ലവ് ഞങ്ങള്. ട്രൂ ലബ്. ഓക്കെ. അപ്പൊ നമ്മുടെ ടീച്ചറിനെ വായി നോക്കുന്ന ടീച്ചർക്ക് കുറച്ചുകൂടി ഇഷ്ടം കുറച്ച് കൂടുതലുള്ള ഒരു കോഴിയാണ്. അതെ. ഓക്കെ. എന്താണ് ക്യാരക്ടർ കോഴിയായിട്ടുള്ളത്? ശരിക്കും എനിക്കറിയാം, അഭിനയിക്കേണ്ട ആവശ്യമില്ല അല്ല, ജീവിക്കല്ലേ. ഞാനൊരു ഒരു ബ്ലോക്ക് കോഴിയുടെ സൗണ്ട് വന്നപ്പോ കേട്ട് എവിടുന്നാ വരുന്നത് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരുന്നതാണ്. ഇപ്പഴാ മനസ്സിലായത്. തുടങ്ങി. അതൊരു പ്രത്യേകതരം കോഴി, അത് മനസ്സിലാവും. കുറച്ച് കഴിയും മനസ്സിലാവും. മറ്റോ വരട്ടെ പറഞ്ഞോ. ഒരു കോഴിയും ഓക്കെ. ഈ കോഴീനെ മാത്രം വീടിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോ എന്തെങ്കിലും ഇഷ്ടക്കൂടുതൽ ഉണ്ടാവുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴി എന്ന് പറയപ്പെടുന്നത് സുധീനെയാണ്. സുധീയുടെ ശരിക്കുള്ള പേര് ഷൈനാസ് എന്നാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ അകത്തേക്ക് പ്രവേശനമുള്ള സുധിക്ക് മാത്രം. കാരണം സുധിയുടെ ബ്രദർ ആയിട്ടാണ് അപ്പുവിനെ കൊണ്ടാക്കാൻ വരുമ്പോ എന്തായാലും ഫീസ് കിട്ടുമല്ലോ. ഓ ഓക്കെ. ആ ഫീസ് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച വീട്ടിൽ കയറ്റുന്നതാണ്. പിന്നെ വീട്ടിലെ അത്യാവശ്യം അടുക്കള പണികളൊക്കെ ചെയ്യാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് പൈസ ലാഭം ഉള്ളത് കൊണ്ട് നിർത്തിയേക്കുന്നത്. പിന്നെ നല്ല സ്നേഹമുള്ള ചേട്ടനാണ്, സുന്ദരനാണ്, സ്മൂഹനാണ്. വേറെ പെൺകുട്ടികളൊന്നും വായിൽ നോക്കില്ല എന്നൊക്കെ പറയണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓ ഓക്കെ. നിങ്ങൾക്കൊന്നും പറയില്ലടാ. ചേട്ടൻ ഇത്ര വലിയ കോഴിയാന്ന് അറിയായിരുന്നോ? ട്യൂഷൻ വീട്ടിൽ അപ്പൊ എന്ത് തോന്നി? ഓ ഇത്രയും വലിയ കോഴിയാണ് എന്റെ ചേട്ടന് തോന്നിയോ? അത് പറഞ്ഞോ ചേട്ടന്റെ അടുത്ത്? പറയണമെന്നുണ്ട്. അത് പറ, ഇപ്പൊ മുഖത്തോക്കി പറ. ചേട്ടൻ എന്തൊരു കോഴിയാ ചേട്ടൻ? ചേട്ടൻ എന്തൊരു കോഴിയാ ചേട്ടാ? ചേട്ടൻ ഒരു കോഴിയാ ചേട്ടാ. മോനടാ
ചേട്ടൻ ചേട്ടൻ വീട്ടിൽ വരുമ്പോ ഞാനും കാണും നിനക്ക്. ഭാവിയില് ഹെൽപ്പ് ഒക്കെ ചെയ്യും അല്ലേ? എന്നോട് ആരെക്കൂടെ കോഴീനെ വിളിച്ചപ്പോഴേക്കും പറന്നു വന്നേക്കുവാ. നീ ഉള്ളിടത്തൊക്കെ ഞാൻ വരുമല്ലോ. സ്വാഭാവികം. കല്യാണരാമനിൽ ഇന്നസെന്റ് ഇവിടെ എവിടെയാ കോഴീന്ന് വിളിച്ച്? ഓക്കെ, അപ്പം ടീച്ചറെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടോ? കാരണം ഒരു കോമ്പറ്റീഷൻ ബാക്കിൽ വന്ന് നിക്കുന്നുണ്ടല്ലോ. തിരിഞ്ഞു നോക്കിയേ. കിട്ടൂടാ, നിനക്ക് വേണ്ടി പോകുന്നുണ്ടോ? അല്ല എന്നാ ഒരു കോൺഫിഡൻസില് സ്നേഹത്തില് കോഴീന്റെ. പിന്നല്ല, ഈ കോഴിയുടെ പേരുന്നോ? എന്റെ പേര് ഷംസു. ഓക്കെ, അപ്പൊ എന്താ സ്വന്തം സ്നേഹത്തിൽ ഒരു കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്? കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ആള് ചോദിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. അത് ആളെ എന്നോട് നിങ്ങൾ ചോദിച്ചല്ലേ. ഒന്ന് ഏറ്റുമുട്ടുന്നുണ്ടോ ലൈവായിട്ട്? മുട്ടിക്കോ? ഞങ്ങളൊരു കണ്ണൊന്ന് കോർത്തത ഒരു എപ്പിസോഡില് പക്ഷെ കലങ്ങിയില്ല. കലങ്ങിയില്ല. ലാസ്റ്റ് ടീച്ചറെ കിട്ടോ? കോൺഫിഡൻസ് ഉണ്ടോ? അത് ഡയറക്ടറിനോട് ചോദിക്കണം. പക്ഷെ ഈ ഷംസ് കോഴിനെ മാത്രം വീടിന്റെ പുറത്താണല്ലോ നിർത്തുന്നത്. എന്റെ കയ്യിലിരിപ്പ് അല്ല, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പിരിവിന്റെ പേരിൽ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അകത്തോട്ട് വരാൻ പറ്റുള്ളൂ. അതെന്താ പുറത്ത്? അതെന്തെങ്കിലും കാരണം ഉണ്ടാവല്ലോ അകത്ത് കയറ്റാൻ വേറെ പറ്റാത്ത. ആളുടെ വീടല്ലേ, നമുക്ക് പുറത്തുനിന്നുള്ളല്ലേ ആക്സസ് ഉള്ളൂ. അപ്പൊ ഇയാള് കേറുന്നില്ലേ? ഇവൻ പണ്ട് മുതലേ ഇതിന്റെ ഉള്ളിലാ. അത് നമ്മള് കോഴിയുടെ സ്വഭാവം. അടി. അനാവശ്യം പറയരുത്. പക്ഷെ കയ്യിലിരിപ്പോണ്ട വീട്ടിൽ കയറ്റാത്ത ആളെ ഇംപ്രസ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യാം? എന്നെ ഇംപ്രസ് ചെയ്യാൻ അത് നല്ല ഇംപ്രസ് ആണ് ഇവിടെ ആ മുന്നിൽ വന്ന് നിന്നിട്ട് ഒന്ന് നോക്കുക, ഒരു കോപ്രായം കാണിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോ ഞങ്ങൾ പടക്കെട്ട് പൊട്ടിക്കും. എന്തിനിങ്ങനെ ഉപദ്രവിക്കുന്ന പിള്ളേരല്ലോ ഒന്നില്ലെങ്കിൽ? ഞങ്ങൾ അങ്ങോട്ടാ പടക്കം പൊട്ടിക്കണേ. നല്ല കഥ. എന്നിട്ട് ഉപദ്രവിക്കണേ പാവം. ഞാൻ ജീവൻ കൊണ്ട് ഓടിയതാ. ലെറ്റർ ഭയങ്കര വൈറലായി. ലെറ്റർ ലവ് ലെറ്റർ എഴുതിയതാണോ? സുപ്രന് കൊടുത്ത് സുപ്രനും കുൽസും കൂടി കൊടുത്ത ലവ് ലെറ്റർ ഓർമ്മയുണ്ടോ? മുറ്റത്തെ അരിമുല്ലപ്പൂവേ, അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. ആവില്ല പൊന്നെ നിന്നെ മറക്കാൻ. കടല് പോലെ പരന്നു കിടക്കുന്ന എൻ്റെ സ്നേഹത്തെ നീ അറിയാതെ പോകരുത്. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങി മരിക്കണം എന്ന് നിന്റെ സ്വന്തം അനീഷ്. ഈ ഇത്ര നല്ല ഡയലോഗ്സ് ഒക്കെ എവിടെ നിന്ന് വന്നു? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആ ഒരു മോട്ടിവേഷൻ. ഇല്ല, അത് നമ്മൾ പഴയ വാക്കുകളാണല്ലോ. അത് ഞാൻ എഴുതിയതാണ്. ആർക്കെങ്കിലും എഴുതി കൊടുത്താണോ? ഇല്ല 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 സത്യം പറ. ഇല്ല ഇല്ല, ആ അങ്ങനെ എഴുതിയൊന്നുമല്ല. നോർമലി ഇങ്ങനെ കാണുന്ന ഇപ്പതൊക്കെ കോമഡിയാ. പണ്ട് ഇങ്ങനത്തെ ഇത്തരം വാക്കുകൾ പണ്ടത്തെ ആളുകൾ എഴുതി കൊടുക്കുമ്പോ സാഹിത്യം. ഓക്കെ, ഇപ്പൊ നമ്മള് സീസൺ 1 ഭയങ്കര വലിയൊരു സ്വീകാര്യതയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നതും. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിർത്തിപ്പോയി ട്യൂഷൻ ടീച്ചർ, തിരിച്ചു വരണം. ആ ഒരു ഇതൊക്കെ കൊണ്ട് ഇപ്പം സീസൺ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യം, കുട്ടികൾ ഇതേപോലെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യോ ഇല്ലയോ? ഇപ്പൊ നിലവില് കഥ പ്രകാരം ട്യൂഷൻ വീട് നിർത്തിയപ്പോ പിള്ളേരെ ഓരോരോ സ്ഥലങ്ങളിലോട്ട് പോയി. ഇപ്പൊ ദേവിയാണെങ്കിൽ ദേവിയുടെ വീട്ടില്, ശുക്കൂറാണെങ്കിൽ ബിസിനസ് തുടങ്ങി, ഇവളാണെങ്കിൽ ബബുലാണെന്നുണ്ടെങ്കിൽ ഡാൻസ്, ഇവളെ അമ്മ ഇവളെ ഇൻസ്റ്റാ സ്റ്റാർ ആക്കണം എന്നുള്ള പ്ലാനിലാണ് ഇവളുടെ അമ്മ. അതേപോലെ തന്നെ സുപ്രനാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ച് IPL കയറി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. കുൽസു ആണെങ്കിൽ കുൽസുവിന് ടൈലറിംഗ് പഠിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വലിയ പരിപാടി ആണെന്ന ആഗ്രഹമാണ് ഇവൾക്ക്. അവള് ട്യൂഷനത്തിൽ വരുന്ന തന്നെ അതിനാ, നമ്മുടെ അടുത്ത് ടൈലറിംഗ് പഠിക്കാനില്ല. അപ്പൊ മാത്രമാണ് വേറെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ പോയത്. അതിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതും ഇദ്ദേഹം കൊണ്ട് വേറൊരു ടീച്ചർ ലൈനടിക്കാൻ കൊണ്ടാക്കിയതാണെന്നുള്ള സംശയം എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പല സ്ഥലത്താണ്. നമുക്ക് നോക്കാൻ എങ്ങനെ വരിക എന്നുള്ളത് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മള് കാത്തിരുന്ന് കാണണം എന്നാണ് പറയുന്നത്. കാരണം ഒന്നും വിട്ടു പറയില്ല. ബിസിനസ് തുടങ്ങിന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു തുടങ്ങിയത്? ഞാനീ വണ്ടി കച്ചവടം. എന്തായി അതിന്റെ അവസ്ഥ? എന്തായി? ചേച്ചിമാര് പിടിച്ച ആകെ സീനാക്കിയ. വണ്ടി കച്ചവടം തുടങ്ങാനുള്ള ഒരു പ്രചോദനം എവിടുന്നായിട്ട്? അങ്ങനൊന്നുമില്ല, അങ്ങനെ പറയാ ഞാനാണ് തുടങ്ങിയത്. എന്ത് വണ്ടിയായിരുന്നു? പഠിക്കാനൊന്നും പോണ്ടല്ലോ. വണ്ടി എന്തായിരുന്നു? വണ്ടി മറ്റേ ഒരു ചക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉരുട്ടി ഓടിക്കില്ലേ. മറ്റേ തള്ളുന്നുണ്ട് കളിക്കുന്നുണ്ടല്ലേ? എനിക്ക് മനസ്സിലായി.
ഇപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും ഓൾറെഡി ബബിത് ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആണ്, MC ആണ്, മോഡലാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ? ഫസ്റ്റ് തിങ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഒന്നും അല്ലായിരുന്നു ട്യൂഷൻ വീട് ചെയ്യുന്നത്. ആങ്കറിങ് മാത്രം എന്നല്ലാതെ ആർക്കും എന്നെ അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. വെറൈറ്റി മീഡിയയിൽ ചെയ്തിരുന്ന സമയത്ത് കുറച്ചു പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കായിരുന്നു. സത്യമായിട്ടും ആ ഇന്റർവ്യൂല് കണ്ടല്ലോ, ഈ ഇന്റർവ്യൂല് കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വെറൈറ്റി മീഡിയയിൽ നിന്നിരുന്ന സമയത്ത് കുറച്ചു പേരൊക്കെ അറിയായിരുന്നു. അതിനുശേഷം ട്യൂഷൻ വീടിന് ശേഷമാണ് എനിക്ക് ആദ്യമായിട്ട് എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരാള് നമ്മളെ കണ്ടിട്ട് വന്നിട്ട് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കണ്ട് ഇഷ്ടമായി എന്നൊക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടും ട്യൂഷൻ വീട് ചെയ്തതിന് ശേഷമാണ്. പിന്നെ ട്യൂഷൻ വീട് ചെയ്തിട്ട് പിന്നത്തെ കാര്യം, സിനിമ എന്ന് പറയുന്നതാണല്ലോ, നമുക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതായിരിക്കും എല്ലാവരും. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുറെ കാസ്റ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോ പോലും ഓഡിഷന് പോവാണെങ്കിലും ട്യൂഷൻ വീട്ടിലുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. പിന്നെ 1-2 പടങ്ങളൊക്കെ വന്നു. എന്താണ് പറയ വിശേഷം? നമ്മൾ അതിലേക്ക് വരുമായിരുന്നു. ട്യൂഷൻ വീട് കണ്ടിട്ട് ഒരു ഡയറക്ടർ തന്നെ വിളിച്ചു, അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ന സിനിമയാണ്, അത്യാവശ്യം കാസ്റ്റിംഗ് ഉള്ള പടമാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ലൈക്ക് നമുക്കൊരു വില ഉണ്ടാവാന്ന് പറയില്ല, വാല്യൂ ചെയ്യാന്ന് പറയില്ല, ഒരു ഫ്രഷർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ട്യൂഷൻ വീട് ചെയ്തതിനു ശേഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രപ്പോസൽ, ട്യൂഷൻ വീട് കാരണം കുറെ നല്ല ട്യൂഷൻ വീട് കാരണം കുറെ നല്ല പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. കുറെ നല്ല പയ്യന്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കുറെ പേരൊക്കെ കാണുമ്പോ. പക്ഷെ എല്ലാവരും പറയുന്ന കാര്യം, പക്ഷെ ഈ പ്രപ്പോസൽസിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല്, ചേച്ചി എന്റെ ചേട്ടന് കല്യാണം നോക്കണ്ടേ, ചേച്ചിനെ കെട്ടിച്ച നന്നായിരിക്കും, ചേച്ചി എനിക്ക് ട്യൂഷൻ എടുത്തു തരുമോ? അതല്ലാണ്ട് പയ്യന്മാരും ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാറില്ല. എല്ലാവരും എന്റെ വീട്ടില് ചേട്ടനുണ്ട്, എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ചേച്ചീനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടികളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഡയറക്റ്റ് പ്രപ്പോസൽസ് ഒന്നും വരുന്നില്ല. മുതിർന്ന ചേട്ടന്മാരൊന്നും എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്നു. മുതിർന്ന ചേട്ടന്മാരുടെ ശ്രദ്ധയ്ക്ക് അത് എന്നെ ആരും പരിഗണിച്ചിട്ടില്ല. പകരം എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സുപ്രു നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോവല്ലേ? പാടിക്കോ. ഗായകനാണ്, നായകനാണ്, പാടും. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ മണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയറക്ടറിലേക്ക് വരുമ്പോഴേക്കും വെബ് സീരീസ് ഇപ്പൊ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിംസിലെ അസോസിയേഷൻ എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഖബർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമും വളരെ ഒരു അടിപൊളിയായിട്ട് ചെയ്തതാണ്. അപ്പൊ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇൻഡിപെൻഡന്റ് മൂവി, ഡയറക്ഷൻ? പടം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖബറും ട്യൂഷൻ വീടൊക്കെ ചെയ്യുന്നത്. സിനിമ ചെയ്യാന്നുള്ള ഇതിൽ ഒരു ആഗ്രഹത്തിന്റെ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് ഈ ട്യൂഷൻ വീടും ഖബറും പോലുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമകളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. 10-12 സിനിമകളിൽ ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്പോട്ട് എഡിറ്ററായിട്ട്. ഓക്കെ, അപ്പൊ ട്യൂഷൻ വീടിന്റെ എല്ലാമായ ആ ക്യാമറയുടെ പിന്നിലും ഇവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കിയേ? ചോറും ചിക്കൻ കറിയും. ഓക്കെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ ഉണ്ടാക്കുന്നതില്? എന്താ പറയാറ്? അവർക്ക് ബബിതയ്ക്ക് ഇഡ്ഡലിയും നല്ലൊരു തക്കാളി ചട്നിയൊക്കെ ഇഷ്ടമാണ്. ചേച്ചി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാവരും നമ്മളൊരു ദിവസം ഇവിടെ ചെമ്മീൻ കറിയും പിന്നെ മത്തി വറുത്തതും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. ഓക്കെ, അടുത്ത ആള് ആക്ടർ അല്ലേ? ഇതിലിതാ ആളുടെ അമ്മമ്മയായിട്ട് അഭിനയിച്ചു. ഗൗരിയുടെ അമ്മമ്മ, പക്ഷേ മോളുടെ അമ്മമ്മയായിട്ട് അഭിനയിക്കുന്നു.
എന്താ എക്സ്പീരിയൻസ് പറ. എന്ത് എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാരും നല്ലതാണ്. ആക്ട് ചെയ്യാനൊക്കെ പെട്ടെന്നൊക്കെ ആക്ട് അഭിനയൊക്കെ താല്പര്യം സിനിമയെ കുറിച്ച് അത് മാത്രം പറയുന്നത്. സിനിമ ഇങ്ങോട്ട് വരണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഓക്കെ, അടിപൊളി. അടുത്ത ആള് എങ്ങനെയുണ്ട് മോന്റെ? കൊഴപ്പില്ല. മോളോ? ബൗദ്ധരുടെ അടുത്തേക്ക് വന്നപ്പോഴാണോ പ്രശ്നം എന്നാണ് ഇപ്പൊ ടെൻഷൻ. വീട്ടില് നല്ല ആക്റ്റീവാണ്. പെട്ടെന്ന് ക്യാരക്ടറൊക്കെ ഒരു ചേഞ്ച് പോലെ. പാവ, അത് ഞെട്ടിപ്പോയി. കുട്ടികള് പാവാണ്, എന്റെ കസ്റ്റഡിയിലല്ലേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട് സെറ്റ്? അടിപൊളിയാണ്. വിളിച്ചാൽ തന്നെ രാത്രി വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങോട്ട് വരാൻ. നല്ല എൻജോയ്മെന്റ് ആണ് ഇവിടെ വന്നത്. സുപ്രന്റെ ശരിക്കുള്ള അമ്മ. സുപ്രന്റെ ശരിക്കുള്ള അമ്മ. അടുത്ത വീട്ടിലെ അയൽവാസി ചേച്ചിയാണ്. അയൽവാസി ചേച്ചിയാണ്. അതായത് ഈ ട്യൂഷൻ വീട് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പുറത്തെ വീടും. അത് ഇവിടെ ട്യൂഷൻ നടക്കുമ്പോ അവിടെ ഒരു ടീം ഫോം ആവും. ട്യൂഷൻ തുടങ്ങുമ്പോഴേക്കും പണികളൊക്കെ തീർത്തിട്ട് ഇവിടേക്ക് നോക്കിയിരിക്കണ കുറച്ച് ടീമുകളുണ്ട്. അതിന്റെ മെയിൻ ആളാ. പിന്നെ മോൻ ചെറിയൊരു ഗുണ്ടായിസ് ഒക്കെ ഉണ്ട് ഇവിടത്തെ കുട്ടികളുടെ. അങ്ങനൊക്കെ ഉണ്ട്. പിന്നെന്താ, പാവം, അത് അറിഞ്ഞിട്ട് പോലില്ല. ഇതല്ല, അത് ഒറിജിനൽ മോൻ. ഇത് റിയൽ, അത് റിയൽ. അപ്പൊ എന്തായാലും ഇപ്പൊ സെക്കൻഡ് പാർട്ടും സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഷൂട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് ഉണ്ടാവോ അല്ലെങ്കിൽ തേർഡ് ഉണ്ടാവോ? തേർഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും നോക്കാം. അപ്പൊ ഇതിന്റെ ഫൈനൽ എപ്പിസോഡ് എന്തെങ്കിലും അൽക്കുലത്തായിട്ട് ഇവര് സ്റ്റോപ്പ് ചെയ്യും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ? അവസാനം പെണ്ണ് കിട്ടണേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണോ? ചാനൽ ഉപ്പും മുളകും പരിപാടിയില്ലേ, അതേപോലെ ട്യൂഷൻ വീട് അങ്ങനെ ചാനലിലൊക്കെ ചെയ്തൂടെ, നിർത്താൻ പാടില്ല, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. അതുപോലെ അവന്റെ ഇൻസ്റ്റാഗ്രാമില് ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചറുടെ നമ്പർ ചോദിച്ചിട്ട് ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറുടെ നമ്പർ നിനക്ക് നമ്പർ അറിയില്ലേ? പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞു. അഭിലാഷ് എന്ന് പറഞ്ഞ ഏട്ടൻ സിനിമയില് വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് ഡയറക്ടർ. ഷുക്കൂറിനെ ചോദിച്ചു, ദേവീനൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൊറേ സമയമായി വന്നിട്ട്, കൊറേ വന്നപ്പോ മുതൽ നിൽക്കും. ആദ്യമായിട്ട് ട്യൂഷൻ വീട്ടിലേക്ക് കയറ്റണത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവരുടെ ലൊക്കേഷനിൽ വന്നിട്ടാണ് ഇവര് കാണുന്നത്. ഇഷ്ടായോ? ഇഷ്ടായി, എനിക്ക് ഇഷ്ടായി. അപ്പൊ ഞാൻ ട്യൂഷൻ ടീച്ചറെ കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങളായിരുന്നു ആദ്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പിള്ളേരൊക്കെ അടിപൊളിയാണ് കേട്ടോ, എല്ലാരും സെറ്റ് പിള്ളേർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയും എപ്പിസോഡ്സ് ഒക്കെ ഇറക്കുന്നുണ്ടെങ്കിലും അടുത്ത പാർട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരുപാട് മില്യൺസ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എവരി വൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.